She started to jabber on her cat's latest naughty incidents. Jabber on എന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കില്ലേ, അതിനാണ് ജാബർ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, അവളുടെ പൂച്ചയുടെ വികൃതികളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഡോണ്ട് ജാബർ ഓൺ ലൈക്ക് ദിസ്. ദാറ്റ്സ് വാട്ട് ഐ കോൾ എ വൺ സൈഡഡ് പെർസ്യൂട്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരുണ്ടാവും, പക്ഷെ അതിൽ ഒരാളായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് പറയുന്നത് വൺ സൈഡഡ് പെർസ്യൂട്ട്. ഒരാൾ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, മറ്റേ ആള് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ കുഡ് ബി റിസ്കിങ് ദ സെയിം തിങ്. ഇനി ഞാൻ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഞാൻ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഐ ആസ്ക്ഡ് ദ കോൺസിയേർജ് അറ്റ് ദ ഹോട്ടൽ. കോൺസിയേർജ് എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ ഉള്ള ഈ കീ ഒക്കെ സൂക്ഷിക്കുന്ന ആളെയാണ് കോൺസിയേർജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ റിസോർട്ടിലൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടാവും. അവർ ഒരുപാട് ഹെൽപ്പ് അവിടെയുള്ള ഗസ്റ്റിന് കൊടുക്കും. അപ്പം താക്കോലൊക്കെ നമ്മൾ ഇയാളുടെ അടുത്താണ് ചോദിക്കും. ഐ ഫെൽ അറ്റ് സം റോക്സ് ആൻഡ് മൈ നീ ഈസ് ഓൾ ബ്രൂസ്ഡ് ആൻഡ് സോർ. ബ്രൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്തെങ്കിലും പരിക്ക് പറ്റില്ലേ, മുറിവൊക്കെ പറ്റുന്നതിനാണ് ബ്രൂസ്ഡ് എന്ന് പറയുന്നത്. സോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന, പെട്ടെന്ന് തന്നെ നീരും ഒക്കെ ആയി വേദനിക്കുന്നു. ഞാൻ അവിടെ ഒരു പാറയിൽ തട്ടി വീണു, എൻ്റെ മുട്ട് മുറിഞ്ഞു, ഇപ്പോൾ നീരും വേദനയൊക്കെ ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബാക്കി വന്ന ഭക്ഷണമൊക്കെ ചേർത്ത് നമ്മളൊരു പുതിയ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഷീ കൺകോട്ടഡ് എ ന്യൂ ഡിഷ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഡിഷ് അവൾ പെട്ടെന്ന് എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കി. അതുപോലെ ഭാവനയിലെ ഓരോ കാര്യങ്ങൾ ചിലർ ചുമ്മാ ഉണ്ടാക്കി പറയില്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഡോണ്ട് കൺകോട്ട് സ്റ്റോറീസ് മോർ ദാൻ യു കുഡ് ഡു എ മന്ത് അഗോ. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ച് നല്ല പ്രോഗ്രസ് ഉണ്ട്. ശരിക്കും ഒരു മാസം മുമ്പ് നിനക്ക് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നീ ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയുന്ന സെന്റൻസ് ആണിത്. ദേ ഹാഡ് സം ഫോളിങ് ഔട്ട്. അവർ തമ്മിൽ എന്തോ ചെറിയ വഴക്കുണ്ടായി. ഫോളിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കോറൽ, ഡിസഗ്രിമെന്റ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് എരച്ചു കയറി വരില്ലേ പോലീസുകാരൊക്കെ, അപ്പൊ അതിന് പറയുന്നത് ദ പോലീസ് സ്വൂപ്ഡ് ഇൻ ടു ഹിസ് ഓഫീസ്. സ്വൂപ്ഡ്, സർപ്രൈസ് സെർച്ച് എന്നാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മൾ പുറകിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോർ എവറി സെക്കൻഡ് വി ആർ ഫോളിങ് ഫർദർ ബിഹൈൻഡ്. സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അത് സ്ഥിരമായി കൊള്ളണമെന്നില്ല, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്സ് ആർ ഫിക്കിൾ ആൻഡ് ഫ്ലീറ്റിംഗ്. ഞാൻ വിചാരിച്ച അത്ര മോശമല്ല കേട്ടോ അത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ, ദാറ്റ്സ് നോട്ട് ഹാഫ് ബാഡ്, ദാറ്റ് മീൻസ് സർപ്രൈസിംഗ്ലി ഗുഡ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നല്ലതാവുമെന്ന്. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. സ്റ്റോപ്പ് ഗ്രില്ലിങ് മീ. ഇപ്പൊ അമ്മമാര് പറയില്ലേ, നീ അനിയത്തിയെ വെറുതെ വിട, അവള് ചുമ്മാ അവിടെ ഇരിക്കട്ടെ എന്ന് പറയില്ലേ ചേട്ടന്മാരുടെ അടുത്ത്. ലേ ഓഫ് യുവർ സിസ്റ്റർ, ലേ ഓഫ് യുവർ സിസ്റ്റർ. അവളെ വെറുതെ വിടൂ. ജസ്റ്റ് സ്റ്റോപ്പ് ബോദറിങ്, അവളെ ശല്യപ്പെടുത്താതെ എന്ന്. ഏത് വേണമെന്ന് നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് നോക്കട്ടെ, ഓപ്ഷൻസ് ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ